സജീവ് ജോസഫ് എം എൽ എ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ സജീവ് ജോസഫ് എം എൽ എ, താങ്കളും ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ പോയ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ 3 പെൺകുട്ടികൾ, അവരുടെ അനുഭവം ഇപ്പോൾ ഇതാദ്യമായി റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവരെ എങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ മുറിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതെന്ന്, അവരെ ബലാത്സംഗം ചെയ്യുമെന്നടക്കം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ സജീവ് ജോസഫ്, അവരിപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് അവരെ കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അവർ പറഞ്ഞ പരാതിയിൽ കേസ് എടുക്കുന്നുമില്ല. ഇനി എന്ത് ചെയ്യാനാകും ശ്രീ സജീവ് ജോസഫ്? വളരെയേറെ ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇവിടെ ഈ 3 യുവതികൾ, ഈ സംഭവത്തിലെ 3 യുവതികൾ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം റിപ്പോർട്ടർ ചാനലിനോട് തുറന്നു പറഞ്ഞത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അടിയന്തരമായ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ, ഈ കാര്യത്തിൽ സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ നിലപാട് പരസ്യമായി പറയാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വ്യക്തത അക്കാര്യത്തിൽ കുട്ടികൾ ഈ 3 യുവതികളെ വളരെ വല്ലാത്ത വിധത്തിൽ തന്നെ അവരെ മർദ്ദിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയത് എന്ന കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു സംഭവവും ഇത് നേരത്തെ സംസാരമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇത് തുറന്ന് പറഞ്ഞത് ഈ യുവതികൾ തന്നെയാണ്. കാരണം ഇത് സംബന്ധിച്ച് ചെറിയ സൂചനകൾ ഉണ്ടെങ്കിലും നമുക്ക് ആർക്കും അത് സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് കേട്ട വാർത്ത തന്നെയാണ് ഇന്ന് അത് ശരിയാണ് എന്ന് യുവതികൾ പറഞ്ഞത് വഴി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ യുവതികൾ അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവരുടെ പ്രായപൂർത്തിയായവർ, അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിൽ തന്നെ വിശ്വസിക്കുന്നവർ, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സഹായത്തോടെ, അനുഗ്രഹത്തോടെ, അവരുടെ അനുവാദത്തോടെ കന്യാസ്ത്രീകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തിന് അവരെ പിടിച്ചു വെച്ചു, അവരെ പോലീസ് സ്റ്റേഷനിലാക്കി, അവരെ ആക്രോശിച്ചു എന്നതിന് അവർക്കെതിരെ കേസെടുത്തു എന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത് അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ ശരിയല്ല എന്ന് കോടതി പോലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ചേതോവികാരം? സജീവ് ജോസഫ്, അപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് പിൻവലിക്കണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ പരാതിയിൽ കേസ് എടുക്കണമെന്ന ആവശ്യം കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ യുവതികൾ ഇത് വെളിപ്പെടുത്തിയതോടുകൂടി വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു ക്രൈമാണ്. ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദളിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ വന്ന ആൾക്കൂട്ടം അവിടെ വിചാരണ നടത്തി. അതിലെ കുറെ പുരുഷന്മാരാണ് അവിടെ ഈ അതിനകത്ത് തന്നെ ഒരു മുറിയിൽ, പോലീസ് സ്റ്റേഷനകത്തെ മുറിയിൽ അവിടെ അവരെ മർദ്ദിക്കുകയും അവരെ റേപ്പ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും പരാതി എഴുതി വാങ്ങി ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ഈ കള്ളക്കേസ് ചമച്ചത് അവിടെയാണ്. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള നിയമ പരിപാലനം ഉറപ്പുവരുത്തേണ്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ഈ വ്യാജമായ കേസ് ഉണ്ടാക്കിയത്, കെട്ടിച്ചമച്ചത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. അത് സംബന്ധിച്ച് ഉന്നത തലത്തിലുള്ള അന്വേഷണം വേണം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറിയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ഇടപെടുകയും ഈ യുവതികളുടെ പരാതി, അത് യുവതികൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്, അവർക്ക് നേരെയുള്ള വലിയ ഭീഷണിയാണ്, അത് അന്വേഷിക്കാൻ ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി അവരോടൊപ്പം നിലകൊള്ളാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. ഇന്നലകളിൽ ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ അജിറ്റേഷനാണ് കോൺഗ്രസ് പാർട്ടി പാർലമെന്റിലും പുറത്തും, അതുപോലെ തന്നെ കേരളത്തിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. പക്ഷേ അവരെ വെള്ളപൂശുന്ന, പോലീസിനെ വെള്ളപൂശുന്ന, ബജ്രംഗ് ദളിനെ വെള്ളപൂശുന്ന, സർക്കാരിന്റെ ഈ നടപടികളിലെ വെള്ളപൂശുന്ന നടപടികളാണ് സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ ഉണ്ടായത് എന്ന കാര്യം നമുക്കറിയാം. ശരി, വളരെ വളരെ നന്ദി. ഇപ്പോൾ പ്രതികരിച്ച സജീവ് ജോസഫ് എം എൽ എ.